ഈ 9500 വന്നത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തെന്താണ്? ഇൻപുട്ടുകൾ ആണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? മെറ്റീരിയൽ ഉണ്ട്. മെറ്റീരിയൽ എത്രയാണ്? മെറ്റീരിയലിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം. മെറ്റീരിയലിന്റെ വാല്യൂ 9500 മെറ്റീരിയൽ ഉണ്ട് അല്ലെ. 9500 ആണ് മെറ്റീരിയലിന്റെ വാല്യൂ പറയുന്നത്. സോ 9500 അല്ല, അത്ര 95000, സോറി, 95000 മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ അതിവിടെ കാണിക്കുന്നു. എത്ര യൂണിറ്റ് ആണ് ഉള്ളത് മെറ്റീരിയൽ? ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കാണാം അല്ലെ. മെറ്റീരിയൽ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആണ്, കംപ്ലീറ്റഡ് അല്ലെ. എത്രയാണ്? 8000 യൂണിറ്റ് അല്ലെ. അപ്പൊ നമ്മൾ അത് കാണിക്കുന്നു. 8000 മെറ്റീരിയലിന്റെ കോളത്തിൽ 8000 കൊടുക്കുക. ദെൻ വാല്യൂ എത്രയാണ്? 95000. ഓക്കെ. ദെൻ ലേബർ ഉണ്ട്. ലേബറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ലേബറിന്റെ വാല്യൂ? 60000 രൂപ കൊടുക്കുന്നു. 60000. പിന്നെന്താ തന്നിട്ടുള്ളത്? പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഓവർഹെഡ്. ഓവർഹെഡ് ഉണ്ട്. ഓവർഹെഡിന്റെ വാല്യൂ എത്രയാണ്? 30000 അല്ലേ. 80,000. യെസ്. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡ് നമുക്ക് ഫില്ല് ചെയ്യാം. ക്രെഡിറ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് എത്രയാണ്? എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ? നോർമൽ ലോസും ഇല്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വൽ പ്രൊഡക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എന്തൊക്കെയുള്ളത്? ഈ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, കംപ്ലീറ്റഡ്, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് അതേ പേരിൽ നമ്മൾ എഴുതില്ല. അത് എഴുതുന്ന രീതി നമുക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. പിന്നെ കംപ്ലീറ്റഡ് യൂണിറ്റും ഉണ്ട്, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവിടെ. അപ്പൊ ആകെ 2 ഐറ്റമേ ശരിക്കും ഇവിടെ വരുന്നുള്ളൂ, പ്രോസസ് അക്കൗണ്ടിൽ വരുന്നുള്ളൂ. ഒന്ന് എന്താണ്? അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. 8000 യൂണിറ്റ് വേർ ട്രാൻസ്ഫർഡ് ടു നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്ന ഇതും, പിന്നെ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ? പ്രോസസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നുള്ളൂ. നമുക്ക് എഴുതാം. അപ്പൊ ആദ്യം എഴുതുന്നു ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് ബി, പ്രോസസ് 2 അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ പ്രോസസ് 2 എന്ന് പറഞ്ഞത്. അപ്പൊ പ്രോസസ് 2ലേക്ക് എത്ര യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. എത്ര യൂണിറ്റ് ആണ് പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 8000 യൂണിറ്റ് വേർ ട്രാൻസ്ഫർഡ് ടു നെക്സ്റ്റ് പ്രോസസ് 2 അല്ലെ. അടുത്ത പ്രോസസ്സിലേക്ക് 8000 യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ നമ്മൾ യൂണിറ്റിന് കോളത്തിൽ എത്ര കൊടുക്കുക? 8000 എന്ന് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്കറിയാം, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഫിഫോ മെത്തേഡ് ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആണ്. അപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ നമുക്കത് ഏത് നോക്കിയാൽ നമുക്ക് കിട്ടുമായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ നോക്കിയാൽ നമുക്കറിയായിരുന്നു കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണ്. അതിന് നേരെയുള്ള 1,40,481 നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നേരിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. കാരണം അവിടെ ഈ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. ഓക്കെ. എന്നാൽ ഈ പ്രോബ്ലത്തിൽ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എഴുതുന്ന പ്രോസസ് അക്കൗണ്ടിൽ എഴുതുന്നത് 8000 യൂണിറ്റ് ആണ് അല്ലേ. കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണ്? അല്ലെങ്കിൽ ട്രാൻസ്ഫർഡ് ടു പ്രോസസ് 2 പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 8000 യൂണിറ്റ് ആണല്ലോ. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള 1,40,481 എന്ന് പറയുന്നത് എത്ര യൂണിറ്റിന്റെ വിലയാണ്? എത്ര യൂണിറ്റിന്റെ വിലയാണ് പറയൂ? 6000 യൂണിറ്റിന്റെ വിലയാണ് അല്ലെ. 1,40,481 എന്ന് പറയുന്ന ഈ എമൗണ്ട് 6000 യൂണിറ്റിന്റെ വിലയാണ്. നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ടു പ്രോസസ് 2 പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 8000 യൂണിറ്റ് ആണ്. അപ്പൊ 8000 യൂണിറ്റിന് എത്ര എമൗണ്ട് വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമുക്ക് നേരിട്ട് അറിയാവുന്ന 6000 യൂണിറ്റിന്റെ വില നമുക്ക് എഴുതാം. എത്രയാണ്? 1,40,481. ഓക്കെ. അതിനോട് കൂടി നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ 8000 യൂണിറ്റിലേക്ക് 2000 യൂണിറ്റ് എന്ന് പറഞ്ഞ ഏതാണ്? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ് അല്ലെ. ഈ 8000 യൂണിറ്റിലെ 2000 യൂണിറ്റ് ഏതാണ്? പറയൂ. 2000 യൂണിറ്റ് ഏതാണ്? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. കാരണം ഇത് ഫിഫോ മെത്തേഡ് ആണ്. അറിയാലോ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇത് ഫിഫോ മെത്തേഡ് ആണ്. ഈ 8000 യൂണിറ്റില്
6000 യൂണിറ്റ് ഈ വർഷം കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതിൽ നിന്ന് എടുത്തതും ബാക്കിയുള്ളത് കഴിഞ്ഞ പ്രോസസ്സിന്റെ ബാലൻസിൽ നിന്ന് എടുത്തിട്ടുള്ളത്, അതായത് കഴിഞ്ഞ പ്രോസസ്സിലെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോസസ്സിലെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എടുക്കേണ്ട എമൗണ്ടുകൾ എന്ന് പറയുന്നത് ഇനി ആ 2000 യൂണിറ്റിന്റെ എമൗണ്ടുകൾ നമ്മൾ ഇവിടെ എടുക്കണം. 2000 യൂണിറ്റിന്റെ എമൗണ്ടുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 9500 ഉണ്ട് അല്ലെ, ആ 9500 എടുക്കണം. പ്ലസ് ആ 2000 യൂണിറ്റിന്റെ വേറൊരു എമൗണ്ട് ഇവിടെ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 9231. ഓക്കെ, 9231. ഇത്രയും എമൗണ്ടുകൾ ചേർന്നതാണ് എന്ത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എത്രയാ വരുന്നത്? 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാല് 1,59,212 വരും. 1,59,212. ഓക്കെ, അപ്പൊ ഈ എമൗണ്ടുകൾ എടുത്തതിൽ ചെറിയ കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയാം. എനി ഡൗട്ട്? എങ്ങനെയാണ് ഈ എമൗണ്ടുകൾ വന്നത്? ഓക്കെ, ഒന്നുകൂടി പറയാം. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പ്രകാരം അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 8000 യൂണിറ്റ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഇവിടെ എടുക്കുന്ന എമൗണ്ട് ട്രാൻസ്ഫർഡ് ടു പ്രോസസ് 2 അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ നോക്കിയിട്ട് അവിടെ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞതിന് നേരെ വരുന്ന എമൗണ്ട് ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനിൽ കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് 6000 യൂണിറ്റേ വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് എത്ര യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? 8000 യൂണിറ്റിനെ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പൊ നമുക്ക് 6000 യൂണിറ്റിന്റെ വാല്യൂ മാത്രം എഴുതിയാൽ ശരിയാവോ? ശരിയാവില്ല. കാരണം 8000 യൂണിറ്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പൊ നമ്മൾ 6000 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 1,40,481 ആണ്. അത് നമ്മൾ ആദ്യം എഴുതുന്നു. പ്ലസ് ഇനി ബാക്കിയുള്ള 2000 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് അറിയാം. നമ്മൾ അത് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഇതാ, അതായത് ഈ മാസം പ്രോസസ്സിംഗ് നടത്തിയിട്ട് വന്നിട്ടുള്ള വാല്യൂ എത്രയാണ്? 9231. പ്ലസ് ആ 2000 യൂണിറ്റിന്റെ വേറൊരു വാല്യൂ നമുക്ക് ഇവിടെ കാണാം. എവിടെയാ? 9500. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട്. അപ്പം 1,40,481 പ്ലസ് 9500 പ്ലസ് 9231. അങ്ങനെ വരുമ്പോഴായിരിക്കും എന്ത് മൊത്തം 8000 യൂണിറ്റിന്റെ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പൊ 8000 യൂണിറ്റിന്റെ വാല്യൂ വരുന്നത് 1,59,212. ക്ലിയർ? ഓക്കെ ആണോ? ഇനി എന്താണ് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ എവിടെയാണ് ഡൗട്ട് തോന്നുന്നത് അത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ക്ലിയർ ആണെങ്കിൽ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒറ്റയ്ക്ക് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്നും കൂടി ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാത്ത പ്രശ്നമായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ പ്രോബ്ലം ഒന്ന് നോട്ടിൽ എടുത്തിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് 6000 യൂണിറ്റിന്റെ വാല്യൂ അല്ല നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. കാരണം നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 8000 യൂണിറ്റ് ആണ്. നമ്മൾ ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുള്ളത് 6000 യൂണിറ്റിന്റെ വാല്യൂ ആണ്. അതുകൊണ്ട് 6000 യൂണിറ്റിന്റെ വാല്യൂ പ്ലസ് ബാക്കി 2000 യൂണിറ്റിന്റെ വാല്യൂ കൂടി അതിലേക്ക് വരണം. അപ്പം 2000 യൂണിറ്റിന്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ 9231 കൂടാതെ കഴിഞ്ഞ മാസത്തെ വാല്യൂ ആയിട്ടുള്ള 9500 കൂടി ചേർന്നതാണ്. അപ്പൊ എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ 1,59,212 ആണ് 8000 യൂണിറ്റിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇതേ രീതിയിൽ ഇപ്പോഴും കൺഫ്യൂഷൻ നിൽക്കുന്നവരുണ്ട് എങ്കിൽ ഒന്നും കൂടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ വരുന്ന അടുത്ത ലാസ്റ്റ് ഐറ്റം എന്താണ്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 യൂണിറ്റ് ആണ് വരുന്നത്. 2000 യൂണിറ്റ്. അതിന്റെ വാല്യൂ നമുക്ക് പ്രശ്നമില്ല. നമ്മളിവിടെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ നോക്കി അതിന്റെ വാല്യൂ കിട്ടും. എത്രയാണത്? 35,288 രൂപ അല്ലെ. അത് നമ്മളിവിടെ കൊടുക്കുക 35,288 രൂപ.
35,288. യെസ്. ഇനി നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ടാലി ആണ് എങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്, അല്ല എങ്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ നോക്കാം, നമ്മൾ ഡെബിറ്റ് സൈഡിൽ യൂണിറ്റുകൾ ടോട്ടൽ ചെയ്യുക. 2000 പ്ലസ് 8,000 10,000. ക്രെഡിറ്റ് സൈഡിലെ യൂണിറ്റുകൾ ടോട്ടൽ ചെയ്യുക. 2000 പ്ലസ് 8,000 സെയിം 10,000 വന്നു. അപ്പോൾ യൂണിറ്റ് കോളം ടാലി ആയി. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളം ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. 9,500 പ്ലസ് 95,000 പ്ലസ് 60,000 പ്ലസ് 30,000 വരുന്നത് 1,94,500 രൂപ വരുന്നു. ഇനി ക്രെഡിറ്റ് സൈഡിൽ നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. എത്ര വരുന്നത്? 1,59,212 പ്ലസ് 35,258 1,94,500. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്, ടാലി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ പ്രോബ്ലത്തിന് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ് ആണുള്ളത്. അപ്പൊ നാളെ ഡിസ്കസ് ചെയ്യുന്നത് ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. നാളെ നമുക്ക് അത് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ ആ ഡൗട്ടുകൾ ഉള്ള വേറെ ആൾക്കാർക്കും എന്താണ് അതിന് ഞാൻ നൽകുന്ന മറുപടി ഉപകാരപ്പെടും. ഇൻഡിവിജ്വലി ചോദിക്കണം എന്നില്ല, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഗ്രൂപ്പിൽ തന്നെ മറുപടി പറയാം. അപ്പോൾ വേറെ ആർക്കും അതേ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് അത് ഉപകാരപ്പെടുമല്ലോ. ഓക്കെ, അപ്പൊ ശരി. ഓക്കെ ആണല്ലോ? ഓക്കെ സർ.